ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നിങ്ങളോട് കൂടി സമ്മതിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു വിഷയം പലരും എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഡിവൈൻ കൗൺസിൽ അല്ലെങ്കിൽ ദൈവസഭ അല്ലെങ്കിൽ ദേവസഭ, ഇങ്ങനെയൊരു കോൺസെപ്റ്റ് ഉണ്ടോ, ബൈബിളിൽ ഉണ്ടോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ഞാനിത് പലപ്പോഴും സംസാരിക്കുമ്പോൾ ഈ ഡിവൈൻ കൗൺസിൽ എന്ന് പല പ്രാവശ്യം പല കാര്യത്തിൽ പറയാറുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഡിവൈൻ കൗൺസിൽ എന്ന് നിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് വരാനാണ്. പിന്നെ എൻ്റെ വീഡിയോ കാണാനായിട്ട് താല്പര്യമില്ല, വെറുതെ എന്നെ കുറ്റം പറയുന്നതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ദയവ് ഇത് കാണാതെ പോകുക എന്നുള്ളതാണ്. ഇത് വളരെ ആളുകൾ ചോദിക്കുന്ന സെക്ഷൻ മാത്രമാണ്, എനിക്കറിയാവുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങളത് നിങ്ങളുടെ സഭയുടെ വിശ്വാസമായിട്ടാണോ നിൽക്കുന്നത്, അത് നിങ്ങൾക്ക് പഠിക്കേണ്ടതാണോ? ഇതൊന്നും നമ്മളിവിടെ പറയുന്ന ഒരു കാര്യവും വന്ന് വേറെ ആളുകളെ പഠിപ്പിക്കാനോ അല്ല ഇവിടെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാക്കാനോ അല്ല. സോ നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണ് ഈ കാര്യം പറയുന്നത്. ഇത് മിക്കപ്പോഴും നമ്മുടെ പഴയ നിയമസങ്കല്പത്തിലെ ദൈവസങ്കല്പം അതെങ്ങനെയാണ് പുതിയ നിയമമായിട്ട് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് എന്നറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്തോ ഒരു ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അതിനകത്തുണ്ട്. എന്താണ് ഇങ്ങനെ കാണുന്നത്? ഒരു സ്ഥലത്ത് നന്മ പറയുന്ന ദൈവം പെട്ടെന്ന് അത് നേരെ മറിച്ച് പറയുന്നു, പറഞ്ഞ കാര്യം തന്നെ മാറ്റി പറയുന്നു. അപ്പോൾ ഇതിലൊക്കെ എന്തോ ഒരു സംശയമുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് ഒരു സംശയവും ഇല്ല. കാരണം എന്നാന്ന് പറഞ്ഞാൽ അവരിതൊരിക്കൽ പോലും മുഴുവൻ വായിച്ചിട്ടില്ല. അപ്പം മുഴുവൻ വായിച്ചതിൽ സംശയം വരുകയോ ചെയ്തിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഉള്ളൂ ഞാൻ ഈ വീഡിയോ ഇടുന്നതുകൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലാത്തവരിത് ദയവ് ചെയ്ത് നോക്കരുത്. അപ്പോൾ എന്താണ് ഡിവൈൻ കൗൺസിൽ, ദൈവസഭ അല്ലെ ദേവസഭ എന്ന് പറയുന്നത്? നമുക്കിത് അതായത് ഗ്രേറ്റ് ഫ്ലഡ് അല്ലെങ്കിൽ നോഹയുടെ കാലത്തെ വെള്ളപ്പൊക്കമാണ് നമ്മുടെ ഒരു മേജർ ഇവൻറ്റ്. ആ മേജർ ഇവൻ്റ് കഴിഞ്ഞ് നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ അവിടെ വായിക്കുമ്പോൾ പേലഗ് എന്ന് പറയുന്നൊരു വ്യക്തിയുടെ കാര്യം പറയുമ്പോൾ പറയും, ഇദ്ദേഹത്തിൻ്റെ സമയത്താണ് ഭൂമിയെ വിഭജിച്ചത്. അപ്പോൾ ഭൂമിക്ക് ഒരു വിഭജനം നടന്നിട്ടുണ്ട്. അത് ഫിസിക്കലായിട്ടുള്ള വിഭജനമായിരിക്കാം, അല്ലെങ്കിൽ ലോജിക്കലായിട്ടുള്ള വിഭജനമായിരിക്കും. അപ്പോൾ ഒരു അഡ്മിനിസ്ട്രേഷൻ സെറ്റപ്പ് അവിടെ മാറുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു സങ്കല്പത്തിലാണ് നമ്മൾ കാണുമ്പോൾ ഒരു ദൈവം ഒരു പ്രത്യേകതരം ആളുകളോട് താല്പര്യം കാണിക്കുന്നത്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവമാണെങ്കിൽ ആ ദൈവത്തിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനവും അതുമായിട്ട് ബന്ധപ്പെട്ടവരുമായിരിക്കും. ഫെലസ്തീയരുടെ ദൈവമാണെങ്കിൽ അവർക്ക് അവരുടെ ആ ജനവും അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരിക്കും. മിസ്രൈമ്യ ദൈവങ്ങളാണെങ്കിൽ ആ മിസ്രൈം ദേശത്തിൻ്റെയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലത്തായിരിക്കും അവരുടെ ഇൻട്രസ്റ്റ്. അപ്പോൾ അങ്ങനെ വന്നാൽ ഇപ്പം നമ്മളിവിടെ മലയാളികളായിരിക്കും, നമ്മുടെ ഈ ദേശത്തും എന്തുണ്ടായിരിക്കണം? ഈ ഡിവൈൻ കൗൺസിലിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ദേവദേവീ സങ്കല്പം ആ സ്ഥലങ്ങളിൽ ഉണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ 82-ാമത്തെ സങ്കീർത്തനം, ഇത് ആസാഫിൻ്റെ സങ്കീർത്തനമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾ 82-ാം സങ്കീർത്തനം ഒന്ന് വായിക്കണം. ഇവിടെ ദൈവം ദേവസഭയിൽ നിൽക്കുന്നു. അപ്പോൾ എന്താണ് അവിടെ കാണുന്നത്? ദൈവം എന്ന് പറയുന്ന ഒരു ടോപ്പ് മോസ്റ്റ് ഹൈറാർക്കിയിലുള്ള ഒരാളാണ് അവിടെ നിൽക്കുന്നത്. ദേവസഭ എന്ന് പറഞ്ഞാൽ അതൊരു കൗൺസിലാണ്. ഈ കൗൺസിൽ നിന്നിട്ട് എന്താണ് ചോദിക്കുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദൈവം ദേവസഭയിൽ നിൽക്കുന്നു. ഞാനിത് സത്യവേദ പുസ്തകത്തിൽ നിന്നാണ് വായിക്കുന്നത്. കാരണം എനിക്ക് മനസ്സിലായത് അവസാനം ഇതെല്ലാം വായിക്കുന്നതും ഇതേപ്പറ്റി റിവ്യൂ ചെയ്യുന്നതുമായിട്ടുള്ള ആളുകളൊക്കെ ആളുകളാണ്. നിങ്ങൾക്കറിയാമല്ലോ, വിശുദ്ധ ഗ്രന്ഥവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനിത് വായിക്കാനും പഠിക്കാനും ഒക്കെ ശ്രമിച്ചത്. ഇത് ഞാൻ ഇതിൽ നിന്ന് വായിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഈ പർട്ടിക്കുലർ ചോദിച്ച ആളുകൾക്ക് അതിലേക്കാണ് താല്പര്യം. അതുകൊണ്ടാണ് അതിൽ നിന്ന് വായിക്കുന്നത്. അത് വേറെ ഐഡിയ ഒന്നുമില്ല. ദൈവം ദേവസഭയിൽ നിൽക്കുന്നു, അവൻ ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു. അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ എത്രത്തോളം നീതികേടായി വിധിക്കുകയും ദുഷ്ടന്മാരുടെ മുഖപക്ഷം പിടിക്കുകയും ചെയ്യും.
എളിയവനും അനാഥനും ന്യായം പാലിച്ചു കൊടുപ്പീൻ. പീഡിതനും അഗതിക്കും നീതി നടത്തിക്കൊടുപ്പീൻ. എളിയവനെയും ദരിദ്രനെയും സംരക്ഷിപ്പീൻ. ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കീൻ. അവർക്ക് അറിവില്ല, ബോധവുമില്ല. അവർ ഇരുട്ടിൽ നടക്കുന്നു. ഭൂമിയുടെ അടിസ്ഥാനങ്ങളൊക്കെയും ഇളകിയിരിക്കുന്നു. നിങ്ങൾ ദേവന്മാരാകുന്നുവെന്നും നിങ്ങളൊക്കെയും അത്യുന്നതൻ്റെ പുത്രന്മാരെന്നും ഞാൻ പറഞ്ഞു. എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും, പ്രഭുക്കന്മാരിൽ ഒരുത്തനെ പോലെ പട്ടുപോകും. ദൈവമേ, എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ. നീ സകല ജാതികളെയും അവകാശമാക്കിക്കൊള്ളുമല്ലോ. അപ്പോൾ ഇവിടെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഡിവൈൻ കൗൺസിലിൻ്റെ മെയിൻ ഫോക്കസ് ആയിരിക്കുന്ന ദൈവം ടെറിട്ടോറിയൽ ആയിട്ടുള്ള ആളുകൾ പറയുകയാണ്, നിങ്ങൾ ഏറ്റിരുന്ന ഒരു കാര്യമാണ് എന്ത് ചെയ്ത് നീതിയോടെ വിധി നടത്താമെന്ന്, എല്ലാവരെയും പരിരക്ഷിക്കാമെന്ന്, എല്ലാവർക്കും ഒരുപോലെ ഓപ്പർച്യൂണിറ്റി കൊടുക്കുമെന്ന്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിലായിരിക്കാം ഈ ഒരു തരത്തിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ വരുന്നത്. മനസ്സിലായി? ഭൂമിയുടെ ഈ ഗ്രേറ്റ് ഫ്ലഡിന് ശേഷമുണ്ടായ ഡിവിഷൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങൾ. പക്ഷേ അപ്പോൾ അവിടെ എന്താ നമ്മൾ കാണുന്നത്? ഒരുത്തരും വിശ്വസ്തത പാലിച്ചില്ല, അല്ലെങ്കിൽ ചിലരൊക്കെ വളരെ അവിശ്വസ്തരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കുറേ ആളുകൾ നല്ലതായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിലും, നമ്മൾ പല ക്രൈസിസിൽ പെട്ടുപോയെങ്കിലും നമ്മുടെ രാജാക്കന്മാർ, പ്രത്യേകിച്ച് നമ്മൾ വേണാട് അല്ലെ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അവരുടെ ഒരു കെയർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെയൊക്കെ ദേശത്താണെങ്കിലും ഞങ്ങളൊരു കുഞ്ഞു സ്ഥലമാണ്. ആ സ്ഥലത്തൊരു അമ്പലമുണ്ട്. ആ അമ്പലം അവർ പണിയിപ്പിച്ചതാണ്. അവിടെ അന്ന് തന്നെ സ്വർണ്ണക്കൊടിമരമുണ്ട്. അപ്പം പക്ഷേ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി, ഞങ്ങൾക്ക് അവിടെ ഒരു പെൺപള്ളിക്കൂടമുണ്ട്. എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് പള്ളിക്കൂടത്തിൽ പോകാനുള്ള സംവിധാനം അത്രയോ കാലങ്ങൾക്ക് മുമ്പ് കൊടുത്തു. അതുകൊണ്ട് ഞങ്ങളുടെ വല്യമ്മച്ചിയൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ചാച്ചൻ്റെ പെങ്ങളും അങ്ങനെയുള്ളവരൊക്കെ അവരൊക്കെ നല്ലതായിട്ട് അവർ പോയി പഠിച്ചു. അവിടെ 4ാം ക്ലാസ് വരെ എൻ്റെ പഠിത്തമുള്ളൂ. പക്ഷേ അവരെല്ലാം അതിൽ പഠിക്കുകയും അവർ മുമ്പോട്ട് ആ ഒരു ബേസിക് കാര്യങ്ങൾ, കരുതൽ നമ്മുടെ ദേശത്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ പ്രൊട്ടക്ഷൻ ആയിരുന്നു. അത് നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഈ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം ഭയങ്കര റിച്ചാണ്, അവിടെ പൈസ ഒത്തിരിക്കുന്നത്. ഞാൻ എപ്പോഴും അവരുടെ രാജകൊട്ടാരത്തിലുള്ള ആളുകളുടെ ജീവിതം കാണുമ്പോൾ അവർക്കൊക്കെ വേണമെങ്കിൽ ഇത് കുറേ സ്വർണ്ണം അവരുടെ കരുത്ത് തൂക്കിക്കൊണ്ട് നടക്കായിരുന്നു. ബട്ട് ദേ ഡിഡ്ന്റ് ഡു ഇറ്റ്. അവരുടെ നടപ്പിലാട്ടെ, അവരുടെ എഴുപ്പിലാട്ടെ നമുക്ക് ആ ഒരു എളിമ കാണാം. പക്ഷെ അതൊന്നും മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ചില ആളുകൾ ചിലപ്പോൾ നീതിയോടെ വിധിക്കുന്നവരുണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞ അവിടെയുള്ള എല്ലാവരെയും ഞാൻ ഇത് പറയുകയല്ല, ഞാൻ എൻ്റെ ഒരു ഒബ്സർവേഷൻ പറയുകയാണ്. അപ്പം നീതിയോടെ വിധിക്കുന്നവരായിരിക്കണം, അനാഥരോടും പാവപ്പെട്ടവരോടും കരുതൽ കാണുന്നവരായിരിക്കണം. അപ്പം ഇത് ചെയ്യുന്നില്ല, ഇതിനകത്തൊരു ഒരു കാര്യത്തിന് പ്രശ്നമുണ്ട്. അപ്പോൾ ഏറ്റവും അവസാനത്തെ കാര്യം എഴുതി പറയുകയാണ്, ദൈവമേ എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ, നീ സകല ജാതികളെയും അവകാശമാക്കിക്കൊള്ളുമല്ലോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അനീതിയുടെ അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ അന്ധകാരത്തിൻ്റെ ചുമലിലായിരുന്നു പല ജാതികളും. അത് ഇസ്രായേലാകട്ടെ, പാലസ്തീനാകട്ടെ, മിസ്രൈമാകട്ടെ, പലയിടത്തും ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഒരു വിധി നടക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏറ്റവും അവസാനം കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ സകല ജാതികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു സുവാർത്തയാണ് നമുക്ക് കിട്ടിയത്. എന്താണ്? കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു. അതായത് ദൈവം ദേവസഭയിലെ ഈ മെമ്പേഴ്സിനെ എല്ലാം അവർ പ്രതീക്ഷിച്ച് ചെയ്യാതെ എന്ത് ചെയ്യുകയാണ്? ദൈവം നേരിട്ട് നമ്മളിലേക്ക് ഇറങ്ങി വരികയാണ്. ദൈവത്തെ തപ്പി നടന്ന കാലം കഴിഞ്ഞു. ദൈവം നമ്മളിലേക്ക് ഇറങ്ങി വന്നു, നമുക്ക് പ്രൊട്ടക്ഷൻ തന്നു, നമ്മളെ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ കാണിച്ചു തന്നു. അനാഥരുടെയും വിധവകളുടെയും ബുദ്ധിമുട്ടനുഭവിക്കുന്നവരുടെയും എല്ലാം
വേദനകൾ മനസ്സിലാക്കുന്ന ദൈവം മനുഷ്യനായിട്ട് വന്നു. ഈ മനുഷ്യനായി വന്ന ദൈവത്തെയാണ് നമ്മൾ കണ്ടത്. ആരാണ്? അവനാണ് ക്രിസ്തു. അവൻ ആർക്ക് വേണ്ടിയിട്ട് വന്നു? സകല ജാതികൾക്കും വേണ്ടിയിട്ട്. അപ്പം ഇന്ന് എന്ത് സംഭവിച്ചത്? തൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം കർത്താവായ യേശുമിശിഹ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 28-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുകയാണ്. നമ്മളത് വായിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം പല പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സർവ്വ അധികാരങ്ങളും ഇപ്പോൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ അതിന് മുമ്പ് ഇതൊരു ഡിവൈൻ കൗൺസിലിൻ്റെ കയ്യിലായിരുന്നു. നൗ ഡിവൈൻ കൗൺസിൽ ഈസ് ക്യാൻസൽഡ്. അപ്പം ഇവിടെ ആളുകൾ, ഡിവൈൻ കൗൺസിലിലെ ഒരു മെമ്പറായിരുന്നു യഹോവ, വേറൊരു മെമ്പറായിരുന്നു ഏൽ, വേറൊരു മെമ്പറായിരുന്നു ബാല്, മോലേക്ക്, മിസ്രൈം ദൈവങ്ങൾ, എല്ലാവരും തന്നെ ഇവരൊക്കെ ആയിരുന്നു. അപ്പം ഇന്ന് നമ്മൾ കാണുമ്പോൾ തിരുവിതാംകൂർ കൊട്ടാരത്തിൽ രാജാവ് ഇരിക്കുന്നുണ്ട്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരായിരുന്നു പണ്ടിവിടം ഭരിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ഇന്നും വേണം അവരെ ഇപ്പോഴും രാജാവെന്ന് തന്നെയാണ് വിളിക്കുന്നത്. സ്റ്റാറ്റസ് ഒന്നും മാറിയിട്ടില്ല. പക്ഷേ ഇന്ന് യഥാർത്ഥത്തിൽ കേരളം ഭരിക്കുന്നത് ഒരു ജനാധിപത്യ സർക്കാരാണ് ഭരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നത് വി ഡി സതീശനാണ്. ഇതിനു മുമ്പ് ഇരുന്നത് പിണറായി വിജയനായിരുന്നു, അതിനു മുമ്പ് ഉമ്മൻചാണ്ടിയായിരുന്നു, അതിനു മുമ്പ് വി എസ് അച്യുതാനന്ദനായിരുന്നു, അതിനു മുമ്പ് എ കെ ആന്റണിയായിരുന്നു, അതിനു മുമ്പ് കെ കരുണാകരനായിരുന്നു. നമുക്കിതിങ്ങനെ പുറകോട്ട് ഇ കെ നായനാരായിരുന്നു, പുറകോട്ട് പോകാം. പക്ഷേ ഇന്ന് ചെന്ന് നിങ്ങൾക്ക് ഒരു ആവലാതി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ തിരുവനന്തപുരം കൊട്ടാരത്തിൽ പോയി പറയുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. രാജാവാണോയെന്ന് ചോദിച്ചാൽ രാജാവാണ്. പക്ഷെ പുള്ളിക്ക് ഇവിടെ ഒരു പേപ്പർ എടുത്ത് ഒപ്പിടാൻ പോലും പുള്ളിക്ക് അധികാരമില്ല. ഇവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പറുടെ റൈറ്റ് രാജാവിനില്ല. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലർ അല്ലെങ്കിൽ കോർപ്പറേഷൻ മേയർക്കുള്ള അധികാരം രാജാവിനിന്നില്ല. പക്ഷേ അദ്ദേഹം രാജാവാണ്. എന്ത്? സെറിമോണിയൽ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ അലങ്കാരത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവർക്കുള്ളത്. എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ചെന്ന് അവരെ രാജാവല്ലെന്നോ അവരെ അബ്യൂസ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അത് ചെയ്തു കഴിഞ്ഞാൽ അതിന് വേറെ വിഷയം അറിയും. കാരണം അവൻ നീതി നടത്തുന്ന സർക്കാർ അതിലിടപെടും. അങ്ങനെയൊന്നും അവരെ ഉപദ്രവിക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ ഇന്നിപ്പോൾ അവിടെ ചെന്നൊരു വാവലാതി പറഞ്ഞാൽ അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ഇന്ന പോലെ ഇന്ന ആൾക്ക് ഒരു കാര്യം ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ പുറത്ത് ഇത് വന്ന് നിങ്ങൾക്കൊന്ന് നോക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാജാവ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഈ ഗവൺമെൻറ് അത് കൺസിഡർ ചെയ്യും. വേണമെങ്കിൽ രാജാവ് പറഞ്ഞല്ല എന്ന് വെച്ച് ചെറിയൊരു കൺസിഡറേഷനൊക്കെ ചിലപ്പോൾ കിട്ടാതെ ഇത്രയേ ഉള്ളൂ. പക്ഷേ നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പറോട് നേരിട്ട് പറഞ്ഞാൽ തീരാവുന്ന കേസേ ഉള്ളത്. മനസ്സിലായോ? അപ്പോൾ ഇന്നിപ്പോൾ ആളുകൾ ഇപ്പോഴും പറയുവാണ് യഹോവ ദൈവമാണ്, അവനാണ് എൻ്റെ കർത്താവ്. യഹോവയാണോ നിങ്ങളുടെ ഇപ്പോഴത്തെ കർത്താവ്? ഇന്ന് സീറ്റിലിരിക്കുന്ന കർത്താവിൻ്റെ പേരാണ് ജീസസ് ക്രൈസ്റ്റ്. മനസ്സിലായോ? 2000 വർഷമായിട്ട് വഴിയും സത്യവും ജീവനുമായിട്ട് ഏകവാതിലായിട്ട് പിതാവാൻ ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ദർ ഈസ് ഓൺലി വൺ പേഴ്സൺ, ദാറ്റ് ഈസ് കോൾഡ് ജീസസ് ക്രൈസ്റ്റ്. ഈ ജീസസ് ക്രൈസ്റ്റ് ആണ് നിങ്ങളുടെ കർത്താവ്. അപ്പം നിങ്ങൾ ഇന്ന് പറയുവാണ് യഹോവ എൻ്റെ ഇടയനാകുന്നു. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, യഹോവയാണോ നിങ്ങളുടെ ഇടയൻ അതോ മോറാൻ യേശുമിശിഹാണോ നിങ്ങളുടെ ഇടയൻ? നിങ്ങൾക്ക് വേണേൽ പറയാം, ഇവിടെ ചില ആളുകൾ ഇപ്പോൾ പറയുന്നുണ്ട് അത് പണ്ടത്തെ യഹോവ തന്നെയാണ് ഈ യേശുമിശിഹ എന്ന്. ചിരിക്കുകയല്ലാതെ എന്താ ചെയ്യുന്നത്? പക്ഷേ നിങ്ങൾ ഇന്ന് ഏത് പൊസിഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത്? നിങ്ങൾക്ക് സത്യത്തിൽ നിങ്ങളുടെ കർത്താവിനോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? നിങ്ങൾ ഒരുത്തൻ ക്രിസ്ത്യാനിയാകാൻ വരുമ്പോൾ പെന്തക്കോസ്തുകാരോടെ ചോദിക്കുന്നു, നിങ്ങൾ ചോദിക്കും കർത്താവായ യേശു ക്രിസ്തുവിനെ നീ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചോ? നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്. നിങ്ങളാരും ചോദിക്കുന്നില്ല യഹോവയെ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിച്ചോ എന്ന് നിങ്ങൾ ചോദിക്കുന്നില്ല. പക്ഷേ യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിച്ചതിന് ശേഷം പറയുകയാണ് ആരിടയനാകുന്നു? യഹോവ എൻ്റെ ഇടയനാകുന്നു. അതെങ്ങനെ ശരിയാകുന്നത്?
ഇപ്പം ഇന്ന് നിങ്ങൾ ആരുടെ കർത്തൃത്വത്തിനാണ് നിങ്ങൾ വില കൊടുക്കുന്നത്? യഹോവയുടെ കർത്തൃത്വം എന്ന് പറയുന്നത് വെറും സെറിമോണിയലാണ്. എന്ന് പറഞ്ഞാൽ അത് വെറും ഓർണമെൻ്റൽ എന്ന് പറയാം. സെറിമോണിയൽ അല്ല, ഓർണമെൻ്റൽ. ഞാൻ ആ വാക്ക് തെറ്റിപ്പോയി. ഓർണമെൻ്റൽ എന്ന് പറഞ്ഞാൽ ഒരു അലങ്കാരത്തിന് കൊള്ളാം. അതിന് യാതൊരു വിലയുമില്ല. നിങ്ങളിവിടെ യഹോവയെ കടന്ന് കൂവിക്കാറി വിളിച്ചു കഴിഞ്ഞാൽ യഹോവയ്ക്ക് സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ അധികാരമില്ല. കാരണം അധികാരം ഇപ്പോൾ ആരുടെ കയ്യിലാണ്? പുത്രൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. പുത്രനാണ് സർവ്വവും. ഇവരൊക്കെ നീതിയോടെ വിധിക്കുമായിരുന്നെങ്കിൽ ഈ ആളുകളെ ഈ അനാവശ്യമായിട്ട് അവരെ ദൂഷിപ്പിക്കുകയും അവരെ അവരുടെ കയ്യിൽ നിന്ന് അനാഥരെയും പാവപ്പെട്ടവനെയൊക്കെ ബുദ്ധിമുട്ടിക്കാതെ ഈ ദൈവങ്ങൾക്ക് വേണമെങ്കിൽ നടത്താമായിരുന്നു. പക്ഷെ അങ്ങനെ നടത്തിയില്ല. അങ്ങനെ നടത്താത്തതിൻ്റെ നെറ്റ് എഫക്റ്റാണ് എന്ത് ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് അധികാരം പോയത്. രാജഭരണ കാലഘട്ടത്തിൽ അവർക്കും ഇതുപോലെ നീതിയോടെ വിധി നടത്താമായിരുന്നു. അവർ നടത്തിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ജനാധിപത്യം വന്നു. ഈ ജനാധിപത്യവും ജോലി നടത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അതും മാറിയിട്ട് വേറൊരു സിസ്റ്റത്തിലേക്ക് നാച്ചുറലായിട്ട് വരിക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും നീതി കിട്ടുന്ന ആ ഒരു സംവിധാനത്തിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഡിവൈൻ കൗൺസിലിൻ്റെ ന്യൂ ഫോമിലാണ് ഇന്ന് എന്ത് വർക്ക് ചെയ്യുന്നത്? ഇന്ന് നമ്മളുടെ സർക്കാർ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ലോകത്തുള്ള സർക്കാർ സംവിധാനങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈൻ കൗൺസിലിൻ്റെ രീതിയിലാണ്. പക്ഷേ ഈ ഡിവൈൻ കൗൺസിലിനെ പോലും വിധിക്കാനായിട്ട് മനുഷ്യനാണ് അധികാരം. എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് അധികാരം, ഹൈറാർക്കി സെലക്ട് ചെയ്യാനുള്ള അധികാരം താഴെ തട്ടിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഇത് ദൈവത്തിൻ്റെ ഒരു വലിയൊരു ചേഞ്ചാണ് ചെയ്തത്. അതായത് മനുഷ്യന് അവനെ ആര് ഭരിക്കണമെന്ന് തിരഞ്ഞെടുക്കാനായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു. മറ്റേതെന്ന് പറഞ്ഞാൽ ദൈവം സെലക്ട് ചെയ്ത് ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുകയായിരുന്നു. അവരുടെ കാലം കഴിഞ്ഞു പോയി. ഇന്ന് അവർക്ക് മനുഷ്യരുടെ താഴെയാണ് അവരുടെയൊക്കെ സ്ഥാനം. ഞാനിത് പറഞ്ഞ എന്തിനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിവൈൻ കൗൺസിലിനെ പറ്റി പഠിക്കണം. പ്രത്യേകിച്ച് 82-ാം സങ്കീർത്തനം നിങ്ങൾ മനസ്സിരുത്തി വായിക്കണം. അതിൻ്റെ അവസാനം പറഞ്ഞ കാര്യമാണ്, അതായത് ദൈവമേ എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ. ആ വിധിച്ചതിൻ്റെ ബാക്കിപത്രമാണ് കർത്താവായ യേശു മിശിഹായുടെ വരവും അവൻ്റെ ഇൻകാർണേഷനും അതേപോലെ തന്നെ നമ്മൾ ഇന്ന് കാണുന്ന ഈ സംവിധാനങ്ങളെല്ലാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ ഏത് ദൈവത്തെയാണ് നിങ്ങൾ വിളിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. യഹോവ ദൈവമാണോ എന്ന് ചോദിച്ചാൽ യഹോവ ദൈവമാണ്. യഹോവ ദൈവമാണ്, പക്ഷെ പവറില്ല. ഇപ്പോൾ വെറും ഓർണമെൻ്റൽ പൊസിഷനിലാണ് യഹോവ ഇരിക്കുന്നത്. ഇനി അതാര് പോയിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് മാറാൻ പോകുന്നില്ല. കാരണം അതല്ലെങ്കിൽ കർത്താവ് യേശു മിശിഹാ പറഞ്ഞതെല്ലാം തെറ്റാവും. അപ്പം ഇതുപോലെ തന്നെയാണ്. അതിപ്പം അള്ളാഹയുടെ കാര്യമാണെങ്കിലും കൊള്ളാം, ശിവൻ്റെ കാര്യമാണെങ്കിലും കൊള്ളാം, ഈ പറഞ്ഞ ആർക്കും എന്തില്ല, ഇവർക്ക് ആർക്കും തന്നെ ഇന്ന് പവറില്ല. അവിടെ കിടന്ന് ഒച്ച വെച്ച് ഈ പ്രാർത്ഥിച്ച് ബഹളം ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു എനർജി കാണും. ഇപ്പോൾ കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളും അങ്ങ് നിരന്ന് നിന്ന് ഈ തിരുവനന്തപുരം കൊട്ടാരത്തിൽ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അവർക്കൊരു ചെറിയ പവർ വന്നതുപോലെ അവർക്ക് തോന്നും. പക്ഷേ സത്യത്തിൽ അവർക്ക് യാതൊരു പവറും ഇല്ല. ഇറ്റ്സ് നോട്ട് ദെയർ. അതടുത്ത ഒരു സംവിധാനം വരുമ്പോൾ അത് മാറിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ സത്യത്തിനെ നിങ്ങൾ കണ്ടെത്തുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് കർത്താവ് യേശു മിശിഹാ പറഞ്ഞിരിക്കുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുമെന്ന് പറഞ്ഞു. ഇതൊന്നും ചുമ്മാ വാക്കുകളല്ല. ദീസ് ആർ റിയൽ ആണ് ഈ കാര്യങ്ങൾ എന്നെ സംബന്ധിച്ച്. ഞാൻ കഴിഞ്ഞ 15 വർഷമാണ് ഇതിൻ്റെ പുറത്തിരിക്കാൻ തുടങ്ങിയിട്ട്. അത് നിങ്ങൾക്കെല്ലാം അറിയാം എന്ത് പർപ്പസിലാണ് ഞാനതിന് ചെയ്യാൻ പോയത്. പക്ഷേ അത് കഴിഞ്ഞ് പലരുമായിട്ട് സമ്മതിച്ചതിനും ഇതിന് കൂടുതൽ പഠനങ്ങൾ നടത്തിയതിൻ്റെയും വെളിച്ചത്തിൽ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും, ഡിവൈൻ കൗൺസിൽ വാസ് ദെയർ, ബട്ട് ദാറ്റ് ഡിവൈൻ കൗൺസിൽ ഈസ് നൗ ഡിസ്മാൻഡിൽഡ് ആൻഡ് ദർ ഈസ് ഓൺലി വൺ സിംഗിൾ വിൻഡോ. അത് ജീസസ് ക്രൈസ്റ്റ് ആണ്. ജീസസ് ക്രൈസ്റ്റ് അല്ലാതെ വേറെ ഒരു രക്ഷകനും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ജീസസ് ക്രൈസ്റ്റിലൂടെ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ പറ്റുന്ന സംവിധാനത്തിലേക്ക് വരിക. മഹത്വം എപ്പോഴും പിതൃപുത്ര പരിശുദ്ധാത്മാവായ സത്യേക ദൈവത്തിന് മാത്രം കൊടുക്കാൻ നിങ്ങൾ പഠിക്കണം. നമ്മുടെ മനസ്സ് ചിലപ്പോൾ വീണ്ടും ഇതുപോലെ യഹോവയ്ക്ക് പോകണം, എൽസദായിക്ക് പോകണം,
അല്ലെങ്കിൽ ഏലിന് പോകണം, അങ്ങനെ പല കേസ് കെട്ടുകൾ നമ്മുടെ മുമ്പിൽ വരും. പക്ഷേ നമ്മുടെ കർത്താവ് മൊറാനേശു മിശിഹയാണ്. മൊറാനേശു മിശിഹ ഞങ്ങളുടെ നേരെ നിൻ്റെ മുഖം തിരിക്കരുതെന്ന് പ്രാർത്ഥിക്കാൻ പറ്റണം. നിൻ്റെ പാപങ്ങൾ മോചിക്കാൻ ഇന്ന് നിനക്ക് വേറെ ഒരു സ്ഥലത്തും അഭ്യർത്ഥിക്കേണ്ട കാര്യമില്ല. പാപങ്ങൾ മോചിക്കാൻ അധികാരമുള്ള, രോഗങ്ങൾ മാറ്റാനായിട്ട് സംവിധാനമുള്ള ഒരു സിസ്റ്റത്തിനകത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കർത്താവ് ആരാണ് എന്ന് നിങ്ങൾ ഏറ്റുപറയുക. കർത്താവ് ആരാണ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയിക്കാനായിട്ട് എന്തുകൊണ്ടാണ് പരിശുദ്ധ ശിഷ്യന്മാർ അങ്ങനെ പറയേണ്ടി വന്നത്? യേശുക്രിസ്തുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയണമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനു മുമ്പുണ്ടായിരുന്നത് വേറൊരു കർത്തൃത്വത്തിൻ്റെ പുറത്തായിരുന്നു. ആ കർത്തൃത്വത്തിന് കുഴപ്പമുണ്ടായിട്ടല്ല, ആ കർത്തൃത്വം ക്യാൻസൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. പുതിയ കർത്തൃത്വം കർത്താവ് യേശുമിശിഹായുടെയാണ്. ഈ സുവിശേഷമാണ് നമ്മൾ അറിയിക്കേണ്ടത്. മനസ്സിലായോ? അതിനു വേണ്ടിയിട്ട് ആളുകളെ പ്രിപ്പയർ ചെയ്യുക. ഇപ്പം ഞാൻ ഏറ്റവും ബുദ്ധിമുട്ടുന്നത് ഇത് അറിയിക്കാൻ പോകുന്ന ആളുകൾ തന്നെ തെറ്റിക്കിടക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സുവിശേഷത്തിന് പോകണമെന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ തന്നെ തെറ്റിക്കിടക്കുമ്പോൾ നിങ്ങളോടൊന്നു മാത്രമേ പറയാനുള്ളൂ. നിങ്ങളെ ഒന്നും ഉപദേശിച്ച് നന്നാക്കാൻ പറ്റില്ല. പക്ഷേ കുറച്ച് നേരം നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ കർത്താവ് ആരാണ്, ഏത് കർത്താവിനെയാണ് നിങ്ങൾ ഏറ്റുപറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എങ്ങോട്ടാണ് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. മേ ഗോഡ് ബ്ലസ് യു അബണ്ടൻ്റ്ലി. താങ്ക് യു.